നമസ്കാരം. ബിഗ് ബോസിൻ്റെ ഇന്നത്തെ ലൈവ് കണ്ടായിരുന്നു എല്ലാവരും. ഇന്നത്തെ ലൈവ് അടിപൊളിയായിരുന്നു. കാരണം നമ്മുടെ പവർ ടീം അവരുടെ പവർ കറക്റ്റായിട്ട് ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം. കാരണം അതിൻ്റെ ഓരോ കാര്യങ്ങളും രസമായിരുന്നു. എല്ലാ പ്രാവശ്യം പവർ ടീം ഓരോന്നാണ് എന്താ ചെയ്യുക, പാത്രം കഴിക്കലും തര ക്ലീൻ ചെയ്യലും അങ്ങനത്തെയൊക്കെ കുറച്ച് കൊണ്ടുവരുമ്പോൾ ഇത് കുറച്ച് മോഡേൺ ആയിട്ട്, അതായത് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്നു. പ്രമോ തന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. കാരണം അത് വേറൊന്നുമല്ല, നമ്മുടെ ജാസ്മിന് ഗബ്രിയുടെ കൂടെ ഡെൻ റൂമിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ടീമിലാവുമ്പോൾ വേറെ വേറെ ടീമിൽ തന്നെയാണല്ലോ. പക്ഷേ ഡെൻ റൂമിൽ കയറിയിട്ട് ജാസ്മിൻ പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കുക ഗബ്രിയുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ ആ ഗബ്രിയെയും ജാസ്മിനെ ലോക്ക് ചെയ്തേക്കുകയാണ് റൂമിൽ ബിഗ് ബോസിൻ്റെ പെർമിഷനോട്. അത് നല്ലതായിരുന്നു കാണാൻ. നിങ്ങൾ കണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായോ? ജാസ്മിൻ ഗബ്രി ഭയങ്കര ആക്റ്റീവോടെ തിരിച്ചു വന്നേക്കാണ്. കാരണം അവരുടെ ഗബ്രിയുടെ കൗൺസിലിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയൊരു മനുഷ്യനായി. അതുവരെ കിട്ടിയണം, പുറത്ത് പോകണം, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ ആളേ അല്ല ഗബ്രി ഭയങ്കരമായിട്ട് ക്ലിയറായി ന്യൂ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഗബ്രി നല്ലതാണ്, ഒറ്റയ്ക്ക് കളിച്ചെങ്കിൽ അടിപൊളിയായിരുന്നു. കാരണം അത്യാവശ്യം നല്ല ആക്ടിങ്, നല്ലൊരു ആക്ടറാണ് നമ്മുടെ ഗബ്രി. ആക്ടർ ആയതുകൊണ്ട് തന്നെ അവന് സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നല്ലപോലെ അറിയാം. എന്ത് പറഞ്ഞാലും ജാസ്മിൻ്റെ പേഴ്സണൽ ലൈഫിലായാലും ജാസ്മിൻ്റെ പുറത്ത് കമ്മിറ്റഡായ ഒരു അഫ്സൽ ബ്രേക്കപ്പ് ആകുന്ന പോലെയാണ് പറയുന്നത്. കാരണം അഫ്സലിൻ്റെ ഒരു പോസ്റ്റ് അങ്ങനെയായിരുന്നു, ജാസ്മിനോട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജാസ്മിൻ അത് ഇനി നമുക്ക് ബിഗ് ബോസ് ചിലപ്പോൾ കപ്പ് തന്നെ കിട്ടിയാലും ജാസ്മിന് റിയലായിട്ട് അഫ്സലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കപ്പ് അങ്ങനെ ഒരാളെ വേദനിപ്പിച്ച് ഒരാളെ ബ്രേക്കപ്പ് ചെയ്തിട്ട് കപ്പ് വാങ്ങിയിട്ട് എന്ത് യൂസാണുള്ളത് അറിയില്ല. പുറത്ത് വരുമ്പോൾ അഫ്സലിൻ്റെ സ്റ്റാൻഡ് ഇതാണ്, എനിക്കിനി ജാസ്മിനോട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ട എന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്ത് വരുമ്പോൾ കാണാം അല്ലേ. എന്തായാലും പവർ ടീം പൊളിച്ചു. ജിൻഡോയുടെ ക്യാപ്റ്റൻസിയിൽ പവർ ടീം സൂപ്പറാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.